ഇറച്ചിക്കോഴികൾക്ക് ആന്റിബയോട്ടിക്കുകൾക്ക് പകരം ഹോമിയോ മരുന്നുമായി ഒരു യുവ കർഷകൻ. ആര്യങ്കാവ് സ്വദേശി ഷൈജു ആണ് കോഴി വളർത്തലിന് വർഷങ്ങളായി ഹോമിയോ മരുന്ന് മാത്രം ഉപയോഗിച്ച് വിജയം കണ്ടത്. മുട്ട വിരിയുന്ന അന്ന് മുതൽ വീര്യം കൂടിയ ആന്റിബയോട്ടിക്കുകളാണ് ഇറച്ചിക്കോഴികൾക്ക് നൽകി വരുന്നത്. തമിഴ്നാട്ടിലെ പല ഫാമുകളിലും സർക്കാർ നിരോധിച്ച മരുന്നുകൾ പോലും ഇതിനായി ഉപയോഗിക്കുന്നു. ഇത്തരം കോഴികൾ മനുഷ്യ ശരീരത്തിനുണ്ടാക്കുന്ന ദോഷം മനസ്സിലാക്കിയാണ് ഷൈജു മറ്റു വഴി തേടിയത്. തുടക്കത്തിൽ ആയുർവേദ മരുന്നുകൾ പരീക്ഷിച്ചെങ്കിലും ഫലിച്ചില്ല. പിന്നീടാണ് നിരവധി ഡോക്ടർമാരുമായി സംസാരിച്ച ശേഷം ഹോമിയോയിലേക്ക് തിരിയുന്നത്. പരീക്ഷണം പൂർണ്ണ വിജയമായി. കോഴിയുടെ തൂക്കത്തിൽ ഒരു കുറവുമില്ലെന്ന് മാത്രമല്ല, രുചിയും കൂടി. വേറെ ഒരു മെഡിസിനും ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഹോമിയോ മരുന്നും പിന്നെ വെയിറ്റ് വെക്കാൻ വേണ്ടി ഒരുപാട് ടോണിക്കുകളുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇപ്പം വെയിറ്റ് വരാൻ വേണ്ടി പാലും പയറും 25 ദിവസം തൊട്ട് മിക്സിയിലടിച്ച് ജ്യൂസാക്കി കോഴിക്ക് ഒഴിച്ചു കൊടുക്കും. 5000 കോഴിയെ വളർത്തുന്നതിന് മൊത്തം ഈ ആൻറ്റിബയോട്ടിന് പകരം ഉപയോഗിക്കുന്ന ഹോമിയോ മരുന്ന് വെറും 300 രൂപയുടെ ചിലവേ വരുന്നുള്ളൂ. സ്വന്തം ഫാമിലെ പരീക്ഷണം വിജയിച്ചതോടെ പരിചയത്തിലുള്ള മറ്റ് ഫാം ഉടമകൾക്കും ഹോമിയോ മരുന്ന് എത്തിച്ചു നൽകി. അവരും ഹാപ്പി. മുമ്പേ കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചാവലിൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് വെയിറ്റ് കൂടുതൽ കിട്ടുകയും ചെയ്യുന്നുണ്ട്. കോഴിയെല്ലാം ഒരേ വളർച്ചയിൽ കിട്ടുന്നതുകൊണ്ട്. കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, ഇടുക്കി ജില്ലകളിലെ 100ഓളം ഫാമുകളിൽ ഇപ്പോൾ ഹോമിയോ മരുന്ന് ഷൈജു എത്തിച്ചു നൽകുന്നു. ഹോമിയോ മരുന്ന് താരതമ്യേന വലിയ ദോഷമൊന്നുമില്ല. അതിന് അവക്ഷിപ്തങ്ങൾ, അതായത് അതിൻ്റെ റെസിഡ്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയില്ല. ഹോമിയോ മരുന്ന് പദ്ധതിയുമായി കെപ്കോയെയും ഷൈജു സമീപിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.